നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു മീൻകറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നല്ല നാടൻ ബ്രാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാടൻ ബ്രാല് വെച്ച് നല്ല അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാം. മീൻകറി ഉണ്ടാക്കുന്നതിന് ആദ്യമേ തന്നെ നമ്മളൊരു കറിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ആ കറിച്ചട്ടിക്കകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളി മുഴുവനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ അതിൻ്റെ നിറം ഒന്ന് മാറും. ആ നിറം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ചെറുള്ളിയുടെ നിറം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ആദ്യമേ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒരു ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. പൊടിയുടെയൊക്കെ ചൂട് മാറിയതിന് ശേഷം ഇതേ കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി തേങ്ങാപ്പീരയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് അരച്ച് പേസ്റ്റ് രൂപേണ ഒന്ന് എടുക്കാം. അരച്ചെടുക്കുമ്പോൾ അല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുക. ഇനി അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 7-8 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒരൊറ്റ മിനിറ്റ് ഇതിന് കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സി കഴുകിയ വെള്ളവും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുതിർത്ത് വെച്ചിരുന്ന ഒരു 4 കുടംപുളി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ട് കൊടുത്തതിന് ശേഷം ആ കുടംപുളി കുതിർത്ത് വെച്ചിരുന്ന വെള്ളവും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന ബ്രാല് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി ഇതേകൂട്ട് കറക്കി ഈ ചാറിലേക്ക് നന്നായിട്ട് കഷ്ണങ്ങൾ യോജിപ്പിക്കുക. ഇനി നമുക്ക് ഈ ചട്ടി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കിട്ടും. അതേപോലെ മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ചട്ടി തുറന്ന് വെച്ച് ഒരു 10 to 12 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മീൻകറി നല്ലപോലെ ഒന്ന് വറ്റി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചട്ടി ഒന്ന് കറക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി നമുക്കൊരു 1.5 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി നന്നായിട്ട് ഒന്ന് കറക്കി യോജിപ്പിക്കുക.
എണ്ണ തെളിഞ്ഞ് ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.